ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് അടിപൊളിയായിട്ടൊരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് നമ്മൾ ഈ പാകത്തിന് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, ഞാൻ 3 പച്ചമുളക്, ഒരു അര ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു ചുള വെളുത്തുള്ളി, ചെറിയ ചുള, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയായിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അപ്പം ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുന്നത് ഇത്രയും സമയം വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക. അപ്പം നമുക്ക് എന്തുമാത്രം സാധനം ഉണ്ട് അതിനനുസരിച്ച് പാകത്തിന് എണ്ണ ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് ഒഴിച്ചിട്ടില്ല. കാരണം അതായി വരുമ്പോൾ ഒരുപാട് എണ്ണയാകാൻ പാടില്ലല്ലോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവണം, നന്നായിട്ട് എണ്ണ ചൂടാവുന്നുണ്ട് വരെ നോക്കുക കേട്ടോ. ഒന്ന് പാനിൽ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, എത്ര സാധനം നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈങ് പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ടേക്ക് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനം നമ്മൾ ആഡ് ചെയ്യുവാണ്. അതിനകത്ത് ഇടുക കേട്ടോ. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്, കാരണം അത് വെളുത്തുള്ളി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുവാണ്. അതിൻ്റെ ബാക്കിയുള്ള ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഇനി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം. അതായത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ബ്രൗൺ കളറായാലും നമുക്ക് അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അതാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കിട്ടുന്ന സംഭവം. അപ്പോൾ ആ പച്ചച്ചവയെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്ന. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ കടുമാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കത്തില്ല. പല രീതിയിലുണ്ടാകും. കടുക് പൊട്ടിച്ചിട്ട് ബീട്രൂട്ട് അച്ചാർ ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പല ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ എഫിഷ്യൻ്റായിട്ടുള്ള അച്ചാറിടല്ലോ ഒന്നുമല്ല, ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ചെയ്ത് നോക്കുന്ന. അപ്പം നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടേ. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം ഈ പാകമായി കേട്ടോ. ഏകദേശം ഈ പാകമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൂണിന് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ ഈ സ്പൂണിന് ഒരു അര ടീസ്പൂൺ അത്രേ ഉള്ളൂ കേട്ടോ. അത്ര എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പിഞ്ച് ഇടും, എന്താ പറയുന്നത്, ഒരു പിഞ്ച് നമ്മൾ ഉലുവാപ്പൊടി പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ എന്നിട്ട് നമ്മൾ അത്രയും നാളെ അതിനകത്തേക്ക് ഇടുക. എണ്ണ ഏകദേശം ആകുമ്പോൾ അപ്പം നമ്മൾ അതിനകത്തോട്ടേക്ക് പൊടികളിട്ട്, ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികളിട്ട്, അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ, ഓൾറെഡി ചൂടാണ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ടേക്ക് നമ്മളിനി എന്തിടും, ബീട്രൂട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ബീട്രൂട്ട് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പ് നമ്മളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനൊന്നുമില്ല, നമ്മളെല്ലാം ചേർത്താണ്. അപ്പം ചേർത്ത് സെറ്റായതുകൊണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ടേക്ക് നമ്മൾ ഇപ്പോൾ തണുത്ത് കഴിയുമ്പം ഒന്നത് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം അതിനകത്തോട്ടേക്ക് വിനാഗിരി ഒഴിക്കുക. അത്രേ ഉള്ളൂ നമുക്കൊന്ന് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മളത് മൂടി വെച്ച് അതിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിതിനകത്ത് മെയിനായിട്ട് ചേർത്ത പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ശേഷം ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങളും പിന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കാനുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള അച്ചാറാണ് ശരിക്കും ബീട്രൂട്ട് അച്ചാർ കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വിനാഗിരി നമ്മുടെ ഇഷ്ടം പോലെയാണ്. ചില ആൾക്കാർ നമ്മൾ ഉലുവയും കടുകും കൂടി പൊടിച്ചിടുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കായം ചേർത്തല്ലോ. ഓക്കെ, പിന്നെ നമ്മളത് അതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. മൂടി വെച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് അപ്പോൾ ഏകദേശം തണുത്ത് വന്നിട്ട് നമുക്ക് വിനാഗിരി നമ്മൾ ഒഴിക്കുകയാണ്. ഇത്രയും വിനാഗിരി ഒഴിച്ച് സെറ്റ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.